ഹായ്, ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോം എ നെസസിറ്റി ഫോർ എ ഫാമിലി. എന്തുകൊണ്ടായിരിക്കും ഹോം ഇത്രയും ഇമ്പോർട്ടൻസ് ഒരു ഫാമിലിക്ക് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും കേൾക്കാം. ഹോം എന്ന് പറയുന്ന മൂവിയിൽ തന്നെ ഒരു ആക്ടർ പറയുന്ന ഒരു ഡയലോഗ് വളരെ ഫേമസ് ആണ്. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആക്ടർ പറയുന്നത്? അയാൾക്ക് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അയാൾ ദേഷ്യപ്പെടുന്ന ഒരാളാണ്, സ്ട്രെസ്സ് വരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഇംപെർഫെക്ഷൻസൊക്കെ അയാൾ പുറത്തെടുക്കുന്നത് എവിടെയാണ്? അയാളുടെ വീട്ടിലാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇംപെർഫെക്ഷൻസ് വീട്ടിലെടുക്കുന്നത്? ബിക്കോസ് ദേ ആർ ദെയർ ഹിസ് ഓൺ എന്ന് പറയുന്നത്. അയാളുടെ കംഫർട്ട് സോൺ, അല്ലെങ്കിൽ അയാളുടെ സ്വന്തം എന്ന് അയാൾ വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം, അയാളുടെ സ്വന്തമെന്ന് കരുതുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം അയാളുടെ ഇംപെർഫെക്ഷൻസ് എടുക്കുന്നു. ബാക്കിയുള്ളവരെ പുറത്തുനിന്ന് പറയുന്ന അയാളുടെ ഗേൾഫ്രണ്ട് പാരൻസൊക്കെ ആയിക്കോട്ടെ, അയാൾ മാന്യനായിട്ട് ജെൻറ്റിൽമാനായിട്ട് താമസിക്കുന്നു, സഹവസിക്കുന്നു അല്ലേ? അതാണ് പറഞ്ഞത്. പക്ഷെ അതുപോലെയൊക്കെ തന്നെയല്ലേ നമ്മൾ പുറത്ത് നടക്കുമ്പോൾ എല്ലാവരും നമ്മൾ പെർഫെക്റ്റായിട്ട് നടക്കും. വീട്ടിൽ വന്നാലും തനി സ്വഭാവം എടുക്കും. അത് ഒരു വൈഫാവട്ടെ, ഹസ്ബൻഡാവട്ടെ, കുട്ടികളും അതേ. പുറത്ത് പോയി കഴിഞ്ഞാൽ അവരത്ര നല്ല കുട്ടികൾ വേറെ ഉണ്ടാവില്ല. പക്ഷേ വീട്ടിൽ വന്ന ഈ കുട്ടികളുടെ സ്വഭാവം നമ്മൾ കാണുന്നതല്ലേ. നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു വൈഫാണെങ്കിലും അതുപോലെ തന്നെ ഹസ്ബൻഡാണെങ്കിലും അവരൊക്കെ പുറത്തിറങ്ങി അവരെ പോലെ മാന്യന്മാർ വേറെ ആരും ഉണ്ടാവില്ല. പക്ഷെ അകത്ത് വന്നാൽ കാണാം എല്ലാ ബഹളവും. അപ്പോൾ ചിലർ നല്ല ഹെൽത്തി റിലേഷനായിരിക്കും. പക്ഷേ എത്രയായാലും എന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻസ് ഉള്ളത് വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റിലേഷനിൽ, മാരീഡ് ആയിട്ടുള്ള റിലേഷനും അല്ലാത്ത റിലേഷനും ഈ സ്പൗസസ് തമ്മിലുള്ള ഒരു ഇൻ്റർഫിയറൻസ്, അവരെ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ ഒരു ഹോം അവർക്ക് അത്യാവശ്യമാണ്. ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ താമസിക്കുന്ന ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇവരുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെ റിലേഷനിലൊക്കെ അവരുടെ റിലേഷൻസിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ ഒരു വീട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അത് അവരുടെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ ഇവരുടെ മെൻ്റൽ ഹെൽത്തിനും അത് ഒരു വീട് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡിസഗ്രീമെൻറ്റ്സിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആകുമ്പോൾ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിൽ അത് തേർഡ് പാർട്ടി ഇൻവോൾവ് ആകുമ്പോൾ ഇവരുടെ അഗ്രീമെൻറ്റ്സ് ഒന്നും കൂടി കൂടുതൽ നല്ലത് കുറയൊന്നുമില്ല. അപ്പോൾ ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെ നന്നായി ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ വലിയ ഇഷ്യൂസായി മാറും. അതങ്ങനെ ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു കാരണമാവും. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആവട്ടെ, മദറിൻ്റെ ഭാഗത്തുള്ള ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും ഫാദറിൻ്റെ ഭാഗത്തുള്ള ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും, എനി കൈൻഡ് ഓഫ് റിലേഷൻസ്, എനി കൈൻഡ് ഓഫ് ഇൻ്റർഫിയറൻസസ്, ദേ വിൽ ഡിസ്ട്രോയ് ദ ചിൽഡ്രൻസ് ഫ്യൂച്ചർ ആസ് വെൽ ആസ് അവർ ലൈഫ് ഓൾസോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇൻ്റർഫിയറൻസസ് ഒന്നും ഇല്ലാതിരിക്കാൻ ഒരു വീട് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനും അതുപോലെ തന്നെ അത് കുട്ടികളെ മനസ്സിലാക്കാനും അത് കുട്ടികളുടെ ഫ്യൂച്ചറിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാനും. ഇന്നത്തെ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്നത് ലവാണ്. അത് അവരോട് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മളത് സ്നേഹം കാണിക്കുക. കാരണം കുട്ടിക്ക് കാണിച്ചില്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാൻ പോകില്ല. പണ്ടത്തെ മക്കളെ പോലെയല്ല, കാണിക്കാതെ ഒന്നും കണ്ടറിയാനുള്ള പ്രാപ്തി ഇന്നത്തെ മക്കൾക്കില്ല. ഇന്നത്തെ കുട്ടികളെല്ലാവരും ഡിജിറ്റലായിട്ട് ഡിപ്പെൻഡൻ്റ് ആയ കുട്ടികളാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികളോട് സ്നേഹം നമ്മൾ ശരിക്കും പ്രകടിപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ട് അല്ലെങ്കിൽ അവർ പല സ്നേഹത്തിന് വേണ്ടി പുറത്തു പോകും. അതുകൊണ്ട് സ്നേഹം അവർ വീട്ടിൽ വന്നാൽ കാണണം, അവരോട് കാണിക്കണം. അവർ പറഞ്ഞത് നമ്മൾ എല്ലാം അവർ പറയുന്നത് മേടിച്ചു കൊടുക്കുന്നതിനൊപ്പം അവരോടൊപ്പം കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അവരോട് നന്നായിട്ട് സംസാരിക്കുക, കൈൻഡായിട്ട് സംസാരിക്കുക. അപ്പോൾ ആ കുട്ടികളുടെ ഫ്യൂച്ചർ നമ്മൾ ചെയ്യുന്നത് കണ്ടു പഠിക്കണം. അങ്ങനെ ചെയ്യുന്നത് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ലൈഫ് നല്ല ബ്രൈറ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ നല്ലൊരു ഫാമിലി ലൈഫ് വീട്ടിൽ കാണിച്ചു കൊടുത്താലേ അവർക്ക് നല്ലൊരു ഫാമിലി നാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു ഹോം ഒരു ബേസിക് നെസസിറ്റിയാണ്. അപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി ഇരുന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നൊക്കെ മാറി താമസിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും കുട്ടികളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിനും വേണ്ടി ഒരു ഹോമിൻ്റെ നെസസിറ്റി ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. If you liked this video, please share and subscribe. Thank you.